കല്യാണി എന്ന കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മയെപ്പറ്റി ചർച്ചയാണ് എല്ലാവരും അല്ലേ. ആ കുഞ്ഞിൻ്റെ വീട്ടിൽ നിന്നും നമുക്ക് അരുൺ ശങ്കറുണ്ട്. പ്രതികരണത്തിലേക്ക് ആദ്യം ആദ്യം ഞങ്ങൾ കല്യാണം തുടങ്ങുമ്പോൾ മണ്ണിൻ്റെ പണിയായിരുന്നു. ഈ പൊക്കളിയും വെച്ച് മണ്ണ് ടെമ്പോക്ക് കൊണ്ടുപോയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ റബ്ബർ വെട്ടാൻ പോകും. പിന്നെ പൈപ്പിൻ്റെ പണി അറിയാമെന്ന് പറയുന്നത് കമ്പനിയിൽ അമ്പലമുകളിലെ അങ്ങനെയുള്ള എല്ലാ പണി പഠിച്ചിട്ടുണ്ട്. ആൾക്ക് 13 വർഷം പറയും. 2 പേരുണ്ട്. മൂത്താള് 6 പഠിക്കും, 6ലേക്ക് വെച്ചാണ്. ഈ പോലീസ് അറസ്റ്റിലായി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? എന്താണ് സന്ധ്യയുടെ കാര്യത്തിൽ എന്തെങ്കിലും പോലീസ് ഇപ്പൊ അറിയിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും? ഞങ്ങൾ ചോദിച്ചറിയിട്ടേന്ന് പറഞ്ഞ് സന്ധ്യനെ കൊണ്ടുപോയി ഇവിടുന്ന് എല്ലാവരും ഉണ്ടായി. അതിനുശേഷം ഒന്നും പറഞ്ഞില്ല? അതിനുശേഷം ഞങ്ങളോട് പറഞ്ഞില്ല. മക്കളൊക്കെ പോയിട്ടുണ്ടായില്ല. മോളെ കൊണ്ട് സ്ഥിരമായിട്ട് വീട്ടിൽ വരാറുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് തന്നെ അവൻ വരൂല അങ്ങോട്ട്. കുഞ്ഞും അമ്മയും കൂടെ വരും. കുഞ്ഞുങ്ങളെ അവര് ഇങ്ങനെ കൊടുത്തയക്കൽ കുറവാണ് ഇവിടെ അടുത്ത്. ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇവള് വന്ന് നിന്നിട്ട് രാവിലെ വന്നു 2 മണി 3 മണിയാകുമ്പോൾ പോകും. ഇന്നലെ വന്നപ്പോ എന്തായിരുന്നു, എന്തെങ്കിലും അസ്വാഭാവികം തോന്നിയിരുന്നോ? ഞങ്ങക്ക് കൊച്ചിനെ ചോദിച്ചിട്ട് ഇവള് പറയണില്ല. അപ്പൊ ഞങ്ങക്ക് കൊച്ചവിടെ എന്ന് വെച്ചപ്പോ രാത്രിയായി. അപ്പൊ ഇവിടെ ഇങ്ങനെ കിഴപ്പോട്ട് നോക്കിയിരുന്നു ഇങ്ങനെ ഇരിക്കണ്ട്. 3 മണിക്ക് തുടങ്ങി വിളിക്കണേണ് അംഗനവാടിന്ന്. സന്ധ്യ വന്നിട്ടില്ല, കൊച്ചും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇല്ല, 2 മണിക്കൂർ വേണമല്ലോ അവിടെ നിന്ന് ഇവിടെ വന്നെങ്കി. 7 മണി ആയപ്പോഴാണ് വന്നത്. അപ്പൊ ആലുവയിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ മൂഴിക്കുളത്തേക്ക് ഇറങ്ങി അമ്പലത്തിന്റെ അവിടെ എവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോയിന്ന് ക്യാമറ കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ഇരുട്ടത്ത് കയറി വന്നെ. അപ്പൊ കൊച്ചവിടെ അച്ഛനും ഉണ്ട്, ഇവിടെ എൻ്റെ മോളും ഉണ്ട്. അപ്പൊ കൊച്ചവിടെന്ന് ചോദിച്ചിട്ട് കൊച്ചവിടെ അവള് മിണ്ടൂല. കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് പറയണേ ബസ്സിൽ ഇറങ്ങിയപ്പോ ഞാൻ കണ്ടില്ല എന്ന്. പിന്നെ അങ്ങനെ പറയണു. ദേഷ്യം എന്ന് വെച്ചാ കൊച്ചിനെ ഇങ്ങനെ പണി ചെയ്തല്ലോ അവള്. അപ്പൊ ഒരു മട്ടല്ലാത്ത ഇതില്. അപ്പൊ ഇവരൊക്കെ പറയണ്ട ഒരു കൂസലുണ്ടായോ എന്ന് നോക്കിയെന്ന് അങ്ങനെ പറയണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് പിന്നെ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞാണ് ഞങ്ങൾ അറിയണത്. മുഴുക്കുളത്തോളം അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചാണ് അവള് ഇവിടെ വന്ന് ഇറങ്ങിയത്. ഇങ്ങോട്ട് വന്നില്ല അപ്പുറത്ത്. ഇല്ല, അവള് ഈ പണി ചെയ്തുകൊണ്ട് മുഴുക്കുളത്തുനിന്ന് ഓട്ടോറിക്ഷ വിളിച്ചിങ്ങോട്ട് പോകുന്നിട്ട് ആ ഓട്ടോറിക്ഷക്കാരൻ പറയാണ് ഇതാ പാലത്തിന്റെ അടുത്ത് നിന്ന് നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പൊ ക്യാമറയിൽ നോക്കിയപ്പോൾ കൊച്ചിനെ ഒക്കത്ത് വെച്ചോണ്ട് ഒക്കത്ത് വെക്കുള്ളൂ, താഴെ നടത്തിക്കൂല. അങ്ങോട്ട് പാലത്തിന്റെ അടുത്തോട്ട് നടന്നു പോണത് ഇതിൽ കണ്ട് എല്ലാവരും. പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നു. പിന്നെ ഇങ്ങോട്ട് വന്നില്ല ഇവര്. പിന്നെ എന്റെ മോള് പറഞ്ഞാണ് ഇത്രയൊക്കെ അറിയണത്. അറിയാൻ വേണ്ടി ചോദിക്കണം. അതായത് ഈ സന്ധ്യക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് എന്തെങ്കിലുണ്ടോ? അങ്ങനെ ഇല്ല, ഈ ദേഷ്യം കയറി ഒച്ചപ്പാടുണ്ടാക്കും, അത്രേ ഉള്ളൂ. അല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഇല്ല, മാനസിക പ്രയാസങ്ങൾ അങ്ങനെ ഇല്ല, ഞങ്ങളോട് അങ്ങനെ കാണിച്ചിട്ടില്ല. ഇല്ല, ഈ ദേഷ്യം കയറി അവൾക്ക് ദേഷ്യം ഒത്തിരി അങ്ങനെ ദേഷ്യം മാറും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇടിച്ചൊക്കെ മാറും. പിന്നെ ഈ ജോലിയൊക്കെ എടുക്കുമ്പോൾ അതിന് ഒത്തിരി മടിയാണ്. കുടുംബ പണികളൊക്കെ എടുക്കുമ്പോഴേ അങ്ങനെയുള്ള ഒരു കുഴപ്പമുള്ളൂ. അപ്പൊ അവനും വന്ന് എന്തെങ്കിലും പറയുമ്പോ ചാടി പറയും. അവനായിട്ട് അങ്ങനെ ചേർന്ന് പോവില്ല. എപ്പോഴും വഴക്കാണ്, അമ്മയും കൂടും. അപ്പൊ എന്നോട് ഇവിടെ വന്ന് വരുമ്പോ പറയും അമ്മായിമ്മ. അപ്പൊ അവന്റെ അമ്മ അപ്പ ഇവിടെ വന്നുകൊണ്ട് പറയും ഞാൻ അവിടുത്തെ അമ്മ പറഞ്ഞു കൊടുത്തിട്ട് എന്നെ തല്ലണേ എന്നൊക്കെ ഇവിടെ വന്ന് പറയും. തല്ലാൻ പറയണ്ടാവും എന്നൊക്കെയാണ് പറയണം. അവര് പോലീസിനെ വിളിച്ച് പെട്ടെന്ന് അറിയിച്ച് പോലീസുകാരോട് ചോദ്യം ചെയ്യാൻ വന്നു രാത്രി. എന്നിട്ടാണ് പിന്നെ ചെങ്ങനാട് ആലുവയിലാണോ ചെങ്ങനാടാണോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയിച്ചു. കാരണം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തോണ്ട് പോരും. അപ്പോൾ അവർ പൈസ കൊടുക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയും. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഭക്ഷണി കിടക്കണ വീടാണെന്നോ അങ്ങനെ ഒന്നുമില്ല. എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. പുള്ളിക്കത്തി അങ്ങനെ തീറ്റ കാര്യങ്ങളൊന്നും. ഇങ്ങനെ പെരയൊക്കെ കുറച്ച് നന്നാക്കാനുണ്ട്, വേറെ താമസിക്കണേ. അപ്പം അതൊക്കെ പറയുമ്പോൾ ഇവൻ അങ്ങനെ കൂട്ടാക്കണില്ല. ഇത്തിരി കുടിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള സ്വഭാവമാണ്. അതിൻ്റെ ഉള്ള കാരണമൊന്നുമില്ല. ഇതെന്താണെന്നാണ് ഞങ്ങൾ സ്വപ്നത്തിൽ ഓർത്തിട്ടില്ല, അവരും ഓർത്തിട്ടില്ല. അവര് അങ്ങനെ നോക്കണത് കൊച്ചുങ്ങളെ. അങ്ങനെ ഞങ്ങൾ സ്വർണ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല, എടുത്തോട്ടെ എന്ന് പറഞ്ഞു പെരവണിക്കൊക്കെ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല.
ഇവരുമായിട്ട് പോരാണെന്ന് പറയും. അമ്മയായിട്ടാണ് പോര്. പിന്നെ അയൽവക്കക്കാരും ഇത്ര സപ്പോർട്ടില്ലല്ല അവളോട്. അത്രേ ഉള്ളൂ. ഒരു കൊച്ചിനെ കൊന്നുകളയാനുള്ള ഇത് അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് അറിയാൻ പറ്റില്ല. പൊന്നു പോലത്തെ ഒരു കൊച്ചിനെ പിന്നെ കാണാൻ പോയോ കസ്റ്റഡി എടുത്തതിന് ശേഷം? അവളെ ഇല്ല, ഞാൻ പോയില്ല. ആള് അച്ഛനവിടെ ഉണ്ട്. രാത്രി തന്നെ അവര് അവിടെ നിന്ന് 2-3 വണ്ടി ആൾക്കാർ വന്നിട്ടുണ്ടാകുന്നുണ്ട്. അവിടെ നിന്ന് വന്നവരെ കിടന്ന് ഒളിക്കാനെന്ന് പറയണം. അവിടെ കൊച്ചിൻ്റെ ഒപ്പമൊക്കെ അംഗനവാടി പോണതാണേ. കുഞ്ഞുമോള് അവർ വിടാത്ത തന്നെ ഞാൻ 1 മാസം മുമ്പ് പോയിട്ടുണ്ടായി. അന്ന് കൊച്ചിനെ 1 മാസം മുമ്പല്ല, ഇപ്പം 5 ദിവസം മുമ്പ് പോയായിരുന്നു. അപ്പം ഐസ്ക്രീമൊക്കെ മേടിച്ചെന്ന് വെച്ചിട്ട് ചുറ്റും വന്ന് എന്നെ നോക്കാണ്. ഇത് ഇട്ട് തുടക്കണമില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്താടി ഇവിടെ എടുക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അത് കണ്ട അത് അച്ഛൻ തിരുവനന്തപുരത്ത് കണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ മേടിച്ചു കൊടുത്താണ്. അത് കഴിക്കുന്നുണ്ട്, ഇന്ന് വൈകുന്നേരം കൊണ്ടുപോകാന്ന് പറഞ്ഞാണ്. മക്കളെയും അവർ മാട്ടിയിട്ടേക്കാണ് ഈ അമ്മ. ഇവളെയും കൊണ്ട് തൊടിക്കില്ല, കുളിപ്പിക്കാൻ പാടില്ല, തലയിടാൻ പാടില്ല. സകല പണികളും അവരാണ് ചെയ്യണം. ഈ അനിയന്മാരും ഇവനും ചെയ്യും. ഇവള് കറഞ്ഞുവിടാന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തലും അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ട് അവിടെ. ഇവക്കൊരു അത്ര പോരാന്നാ പറയണേ ഇവർ. അമ്മ നല്ല യോഗ്യതയാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തോട്ടെ. ഞങ്ങൾ പറഞ്ഞ് ചെയ്തോട്ടെ, നീ അതിൽ കൂടെ കൂടി സഹായിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ഇതിനും പറഞ്ഞ അങ്ങോട്ട് ഈ കൊച്ചിനെ കൊല്ലാനുള്ള ഒരു ഇതവിടെ എല്ലാവരും ചെയ്യും അങ്ങനെ.